നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെതലി പാലത്ത്, അതായത് വടക്കഞ്ചേരി വാളയാറ് ദേശീയപാതയിൽ ചെതലി പാലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നമുക്ക് പുറകിലെ ഒരു ചെറിയൊരു പാലം ഏകദേശം 3.5 മീറ്റർ ഉയരത്തിലാണെന്നാണ് തോന്നുന്നത്, പണി നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്, നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികളനുസരിച്ച്, അതായത് പല ഭാഗങ്ങളും വളരെ രണ്ട് സൈഡും വളരെ താന്ന് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. വളരെ ഒരു ചാല് പണിയുന്ന ലാഘവത്തോടു കൂടി ഇവർക്ക് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ളൊരു സൗകര്യം ചെയ്യാമായിരുന്നിട്ടും ഇവർ അതെല്ലാം മണ്ണിട്ട് നികത്തി വളരെ ഒരു ഉയരത്തിൽ കൊണ്ടുവന്ന് അവിടുത്തെ കൃഷികളെ താറുമാറാക്കി, അതല്ലെങ്കിൽ അവിടുത്തെ ജനവാസത്തിൽ ആളുകൾ ജോലിക്ക് പോകുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചൊരു ചെറിയൊരു പാലം പണിയുന്നത്. അതായത് മുകളിൽ അപ്പുറ സൈഡിൽ കൂടെ വാഹനം പോകുന്നുണ്ട്, എന്നാൽ ഈ ഒരു ലെവലിന് യാതൊരുവിധ ദോഷം തട്ടാത്ത രീതിയിൽ നമ്മുടെ അവിടെയൊക്കെ അടിപ്പാത എന്ന് പറഞ്ഞാൽ അടിയിലൂടെയല്ലേ പോവുക. ഇതാണ് സുഹൃത്തുക്കളെ അടിപ്പാത. മറ്റേതൊക്കെ മണ്ണിട്ട് നികത്തി പൊക്കി കഴിഞ്ഞിട്ടാണ് അടിപ്പാത ഉണ്ടാക്കുന്നത്. അപ്പോളേ ഈ ഒരു രീതി ഉൾക്കൊള്ളാവുന്നതാണ്. നമ്മുടെ പ്രദേശത്തും ഇപ്പോൾ വാണിയമ്പാറയാണെങ്കിലും താന്ന് കെടുക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ചുവന്ന മണ്ണും അതുപോലെ രണ്ട് സൈഡും താന്ന് കെടുക്കുന്ന ഒരു പ്രദേശം. അങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ അത് പ്രായോഗികമാക്കാം. നമുക്ക് ഇവിടുത്തെ ഒരു പ്രദേശവാസിയുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പാലം വന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പാലം പണിയാന്ന് വെച്ചാൽ ഇങ്ങോട്ടും അങ്ങോട്ടും കിടക്കാൻ ആക്സിഡൻ്റ് ആയിട്ട് ഒരു 10-22 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കിടക്കാൻ രജിസ്റ്റർ ഓഫീസ്, കല്യാണ മണ്ഡപം, പള്ളി, അമ്പലം, അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാരണം കൊണ്ട് അങ്ങ് കിടക്കാൻ വേണ്ടിയിട്ട് ഈ പാലം പണി ചെയ്യുന്നു. അതായത് നിങ്ങൾക്കൊരു ആശ്വാസമാവും. ഞങ്ങൾക്ക് ഒരു ആശ്വാസമാവും. ഞങ്ങൾക്ക് അങ്ങോട്ട് റോഡ് കിടക്കാനും പിള്ളേർക്കും പ്രായമുള്ളവർക്കൊക്കെ കിടക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ രമ്യ ഹരിദാസിനെ കൊണ്ട് MP കൊടുത്ത് പരാതി കൊടുത്തിട്ട് ഉണ്ടാക്കിയത്. എന്തായാലും വളരെ നല്ല കാര്യം. നമ്മുടെ ഭാഗത്തൊക്കെ ഇവിടെ നിന്നത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന് രമ്യ ഹരിദാസ്. അപ്പോൾ എന്തായാലും ആരായാലും ഇതിനു വേണ്ടി ഇവിടെ ഇരുന്ന് നിന്ന രമ്യ ഹരിദാസിന്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന ഈ ചെതലിപ്പാലത്ത് നിന്ന ബാലസുബ്രഹ്മണ്യം പറഞ്ഞ ഒരു കക്ഷിയാണ് ഇതിനായിട്ടുള്ള പേപ്പറും എല്ലാം ഉണ്ടാക്കി തന്നു പിടിച്ചതെല്ലാം. ആ പുള്ളിക്കാണ് നന്ദി പറയേണ്ടത്, ബാലസുബ്രഹ്മണ്യൻ. അപ്പോൾ ആൾക്ക് ഒരു നന്ദി പറയുന്നതോടൊപ്പം തന്നെ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അബ്ബാസ്. അബ്ബാസ്ക്ക് എന്തായാലും ഇവിടുത്തെ ഒരു ചെറിയ വിവരണം തന്നതിൽ നന്ദി. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിത് കണ്ടാലറിയാം, മുകളിലത്തെ ലെവലിൽ നിന്നും ഒട്ടും യാതൊരുവിധ കുഴപ്പങ്ങളില്ലാതെയാണ് ഇവിടുത്തെ നിർമ്മാണ പണികൾ നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ സ്പോട്ടുകളിലും ഇതുപോലുള്ള അടിപ്പാതകൾ വരണം. എന്തായാലും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് നമ്മുടെ പ്രദേശങ്ങൾ തെരഞ്ഞു പിടിച്ച് എവിടെയൊക്കെ അടിപ്പാതകൾ പണിത് യാത്ര സുഗമമാക്കാമെന്നുള്ള വീഡിയോകൾ അടുത്ത് തന്നെയായിട്ട് വരും. രാഹുൽ വാണിയമ്പാറയാണ്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.